പത്മകുമാറിന്റെ അറസ്റ്റിന് പിന്നാലെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വലിയ രീതിയിലുള്ള റെയ്ഡ് നടന്നു. ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ആരായിരിക്കും പിടിക്കപ്പെടുക? പത്മകുമാറിൻ്റെ വീട്ടിൽ 12 മണിക്കൂറാണ് റെയ്ഡ് നടന്നത്. ഒന്നും സമയമല്ല. ആദ്യമൊക്കെ ചാനലുകളെ അനുവദിച്ചു പുറത്തു നിന്ന് ഒരു ലെൻസൊക്കെ അങ്ങോട്ട് കാണിച്ചു. പക്ഷേ ചാനലുകളുടെ എണ്ണം കൂടിയപ്പോൾ ഗേറ്റ് അടച്ചു. അതിനകത്താണ് പിന്നെ സംഭവിച്ചത്. 12 മണിക്കൂറാണ്, രാത്രി 12 മണി വരെ അത് പോയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനിയും ചിലപ്പോൾ നീളും. കാരണം ഇപ്പോൾ അത് വലിയൊരു വീടാണ്, അവിടെ നിലവറയുണ്ടോ, കാരണം വളരെ വലിയൊരു വീടല്ലേ. അപ്പോൾ ഇനിയും പല ലോക്കറുണ്ടോ, ഇനിയിപ്പോൾ പത്മകുമാറുമായിട്ട് ചേർന്ന് ചെന്നും ചില അന്വേഷണം നടക്കും അവിടെ. ഇപ്പോൾ സാധാരണ അന്വേഷണം നടന്നു. പത്മകുമാറിൻ്റെ വീട് പരിശോധിക്കാനുള്ള പ്രധാന കാരണം, അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു ഇതിനകത്ത് ആരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു എൻ്റെ വീട്ടിലെല്ലാ ഡോക്യുമെൻറ്റും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പത്മകുമാറും ആൾ ചില്ലറക്കാരനല്ല, അയാൾ MLA ഒക്കെ ആയിരുന്ന ആളല്ലേ. അപ്പോൾ ഡോക്യുമെൻറ്റുകൾ പലതും അദ്ദേഹം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ളൊരു പ്രശ്നം, കൈപ്പടയിൽ എഴുതണമെന്നൊക്കെ നിയമമുണ്ട് അവിടെ. ഈ ദേവസ്വം നിയമം അനുസരിച്ച് പല കാര്യങ്ങളും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൈപ്പടയിൽ എഴുതണം. ദേവസ്വം ബോർഡ് മെമ്പർമാരിൽ 3 പേരുണ്ട്, അതിൽ 2 പേര് കൈപ്പടയിൽ എഴുതണം. ഇങ്ങനെയൊക്കെ പോലെ കഥകളുണ്ട് അവിടെ. അതുകൊണ്ട് DTP എടുത്തുകൊണ്ട് വന്ന് സാധാരണ ഓഫീസ് ചെയ്യുമ്പോൾ അല്ല, അവിടെ വേറെ ചില കാര്യങ്ങളൂടെ ഉണ്ട് അവിടുത്തെ നിയമത്തിൽ. പക്ഷേ അവിടെ പ്രശ്നം അതല്ല. ഇതിനകത്ത് അടുത്ത് വരാൻ പോകുന്ന കണ്ണി കടകംപള്ളി സുരേന്ദ്രനാണ്. അതെങ്ങനെ വരും? വളരെ സിമ്പിളാണ് ലോജിക്ക്. കടകംപള്ളി സുരേന്ദ്രൻ ഇന്നലെയും പറയുന്ന കേട്ടു, അദ്ദേഹത്തിന് ദേവസ്വം ബോർഡിൻ്റെ ഫയലുകളൊന്നും വരില്ല. ശരിയാണ്, ദേവസ്വം ബോർഡിൻ്റെ ഫയലുകളൊന്നും എവിടെ വരില്ല, ഗവൺമെൻറ് വരില്ല. ദേവസ്വം ബോർഡ് ആപ്പാടെ വരാൻ പോകുന്നതാണ്, ദേവസ്വം ബോർഡിന് കുറച്ച് പൈസ വേണം, അല്ലെങ്കിൽ അവർ കുറച്ച് പൈസ അങ്ങോട്ട് കൊടുക്കുന്നു, ഗവൺമെൻറ് അങ്ങനെ വരുള്ളൂ. കാരണം അത് സ്വതന്ത്ര ബോഡിയാണ്, അതൊരു ബോർഡല്ലേ. ഒരിക്കലും ദേവസ്വം ബോർഡിൻ്റെ ദൈനംദിന ഫയൽ എവിടെ വരില്ല, സെക്രട്ടേറിയറ്റ് വരില്ല. അത് കടകംപള്ളി സുരേന്ദ്രൻ പറയണത് 100% ശരി. പക്ഷെ കടകംപള്ളി സുരേന്ദ്രൻ പറയേണ്ട ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം മറയ്ക്കുന്നൊരു കാര്യമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എന്തിന് അവിടത്തേക്ക് റെക്കമെൻഡ് ചെയ്തു? പത്മകുമാർ പറയുന്നു 2 പോയിൻ്റുണ്ട് പത്മകുമാറിൻ്റെ. പത്മകുമാർ ഒന്ന് പറയുന്നു, ഇതിനകത്ത് ദൈവതുല്യരായ പലരുമുണ്ട്. പത്മകുമാറിൻ്റെ ദൈവതുല്യരാണ് ആര്? മന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ പത്മകുമാറിൻ്റെ പാർട്ടിയിൽ. അല്ലാതെ പാർട്ടി വിട്ട് ദൈവതുല്യരെന്ന് പറഞ്ഞാൽ പിന്നെ തന്ത്രി വേറെ ആളുകളാവും. മൂന്നാമതും ആവാം, വലിയ ബിസിനസ്സുകാർ വല്ലതും ആവാം. കേരളത്തിലുള്ള ഏറ്റവും വലിയ ഗോൾഡ് സ്മഗ്ലിംഗ് നടത്തുന്ന ആളുകളും ആവാം. ദൈവതുല്യരായിട്ടൊക്കെ ഇവിടെ ജീവിക്കുന്ന ആളുകൾ അറിഞ്ഞൂല. ഇത് ബിനാമി പരിപാടികളൊക്കെ ഉള്ള കാലമാണ്, നമുക്കറിയില്ല. നമ്മൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന സിനിമാ നടനോ അല്ലെ വലിയ വ്യവസായിയോ ഒക്കെ നമ്മൾ വലിയ ബഹുമാനത്തോടെ കാണുന്ന സെലിബ്രിറ്റിയുടെ ബിനാമി പരിപാടി ഉണ്ടോ നമുക്കറിയില്ലല്ലോ. ഇത് ഇത്തരം കാര്യങ്ങളിൽ. അപ്പോൾ ഒരു ചോദ്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, മന്ത്രി ഓഫീസിൽ നിന്ന് കത്ത് കിട്ടിയിട്ടുണ്ട്. എന്തിന്? റെക്കമെൻഡേഷൻ ലെറ്റർ. അപ്പോൾ ഇനി മന്ത്രി എന്തിന് ചോദ്യം ചെയ്യണം? അടുത്ത നിയമവശം എന്താണ്? മന്ത്രിയെ ചോദ്യം ചെയ്യേണ്ടത്, ഉണ്ണികൃഷ്ണനെ നേരത്തെ അറിയാമോ? ഒന്ന്, എന്തിന് ഉണ്ണികൃഷ്ണനെ റെക്കമെൻഡ് ചെയ്തു? അറിഞ്ഞുകൊണ്ടാണോ ഈ കത്ത് വിട്ടത്? കത്ത് വിട്ടതിന് ശേഷം ഫോൺ ചെയ്തോ? അങ്ങനെയുണ്ടല്ലോ, ഒരു കത്ത് അങ്ങോട്ട് കിട്ടി, കത്തിൽ ഒപ്പിട്ട് വിട്ടതിന് ശേഷം ബാക്കി ഫോൺ ചെയ്ത് പറയും, ഡേ പത്മകുമാറെ ഇങ്ങനെ ഒരാളിനെ വിട്ടിട്ടുണ്ട്, സഹായിച്ചു കൊടുക്കണം. PS ഫോൺ ചെയ്തിട്ടുണ്ടോ? PS-നെ ചോദ്യം ചെയ്യണം. മന്ത്രി ഓഫീസിൽ മന്ത്രി മാത്രം പോരാ, മന്ത്രിയുടെ PS-നെ ചോദ്യം ചെയ്യണം. എല്ലാ മന്ത്രി ഓഫീസുകളിലും ഓരോ വകുപ്പുകൾക്ക്, ഇപ്പം കടകംപള്ളി സുരേന്ദ്രന് 2-3 വകുപ്പ് ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പം ശിവൻകുട്ടിക്ക് വിദ്യാഭ്യാസമുണ്ട്, തൊഴിലുണ്ട്. അപ്പം ഓരോ വകുപ്പ്, പിന്നെ അതിനകത്ത് സ്ഥാപനങ്ങളുണ്ട്, വിദ്യാഭ്യാസത്തിൻ്റെ ഹയർ, സ്കൂൾ, LP എന്നൊക്കെ പല വിഭാഗമാണ്. ഇതിനെല്ലാം ഓരോ APS-മാർ കാണും ഇവിടെ മന്ത്രി ഓഫീസിൽ. ഇപ്പം ശ്രീജിത്ത് APS, ഞാൻ APS. അപ്പം നമ്മളായിരിക്കും കൈകാര്യം ചെയ്യണം. അപ്പം ദേവസ്വം ബോർഡിന് എന്തുണ്ടായിരിക്കും? ഒരു APS ഉണ്ടായിരിക്കും. ദേവസ്വം ബോർഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനും മന്ത്രിക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ആയിട്ടൊരു ആളുണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹമായിട്ടാണ് ഫസ്റ്റ് നമ്മൾ പോയി കണക്ട് ചെയ്യുന്നത്. ഞാനും ഡയറക്ടറായിട്ടൊക്കെ ഇരുന്നതിൽ. അപ്പോൾ നമ്മൾ നേരിട്ട് എപ്പോഴും മന്ത്രിയോടല്ല പറയുന്നത്, ഈ APS-നെ പോയി ബോധവൽക്കരിക്കും. APS എന്ത് ചെയ്യും? ഈ കാര്യങ്ങളും ഡേറ്റയും ഫയലെല്ലാം പഠിച്ച് ഒരു നോട്ടും കൂടെ വെച്ച് ആർക്ക് കൊടുക്കും? മന്ത്രിക്ക് കൊടുക്കും. അങ്ങനെയല്ലേ മന്ത്രിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. APS ആർക്ക് കൊടുക്കും? PS-ന് കൊടുക്കും. മന്ത്രിക്ക് വല്ല കൊടുക്കണം, PS-ന് കൊടുക്കും. PS കുറച്ചുകൂടി വിവരവും വിജ്ഞാനമുള്ള ആളായിരിക്കും PS, അനുഭവം. അപ്പോൾ PS നോക്കുമ്പോൾ APS വെച്ച കുറിപ്പിലൊക്കെ വല്ല കുഴപ്പമാണ്. അതായത് കുറിപ്പ് വെളിയിലേ വയ്ക്കുള്ളൂ, ഫയലിൽ എഴുതാൻ നോക്കത്തില്ല, വേറെ തുണ്ട് പേപ്പറിൽ എഴുതുക. നോക്കുമ്പോൾ ഇങ്ങനെയാണെന്ന് അയാളും പഠിക്കും. എന്നിട്ട് PS-ഓ APS-ഓ ആരെങ്കിലും ആയിരിക്കും ആരെ ബോധ്യപ്പെടുത്തുന്നത്? മന്ത്രിയെ, സാർ ഇതാണ് ഫയൽ, ഇതിൽ ഇതൊക്കെയാണ് വിഷയം. മന്ത്രി ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവസാനം ഒപ്പുവയ്ക്കും. അങ്ങനെയാണ്. അല്ലാതെ എല്ലാ ഫയലും മന്ത്രിക്ക് നോക്കി ഒപ്പിടാൻ ഒക്കത്തില്ലല്ലോ, അത് പ്രാക്ടിക്കലല്ല. അപ്പോൾ ഈ APS അറിഞ്ഞില്ലേ ഈ കത്ത് കൊടുത്തതും വന്നതും? വളരെ കൃത്യമായ ചോദ്യമാണ്. പിന്നെ കടകംപള്ളി ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. കടകംപള്ളിയുടെ വീട്ടിൽ ഇയാൾ പോയിട്ടുണ്ട്, ഇയാളെ വീട്ടിൽ പോയിട്ടുണ്ട്. പല കാര്യങ്ങൾക്കും കടകംപള്ളി അങ്ങനെ എന്താണ് തൻ്റെ ഓഫീസിൽ കിട്ടുന്ന വേറെ ഒരു നിവേദനം കിട്ടിയ ആളാണെങ്കിൽ അയാളുമായിട്ടുള്ള മറ്റ് ബന്ധങ്ങൾ എന്താണ്? ഇതൊക്കെയാണ് അന്വേഷിക്കേണ്ടി വരിക. അറസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഒരു കത്ത് കൊടുത്തു എന്ന് വിചാരിച്ച് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മറ്റെന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഉണ്ണികൃഷ്ണനെ വീണ്ടും ചോദ്യം ചെയ്യും. ഇയാളിൽ നിന്ന്, പത്മകുമാറിൽ നിന്ന് കടകംപള്ളി സുരേന്ദ്രൻ്റെ പേര് കിട്ടി, അല്ലെ മന്ത്രി ഓഫീസിൽ നിന്ന് കിട്ടിയെന്ന് പറയുമ്പോൾ ഇനി ചോദ്യം ചെയ്യാൻ പോണത് ആരെയാണ്?
പത്മകുമാറിനല്ല കൂടുതൽ ചോദ്യം ചെയ്യുന്നത്, ഉണ്ണികൃഷ്ണനെ ചോദ്യം ചെയ്യും. ഏത് സാഹചര്യത്തിലാണ് മന്ത്രി ഇങ്ങൾക്ക് കത്ത് തന്നത്, മന്ത്രി നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ഉണ്ണികൃഷ്ണനെ ചോദ്യം ചെയ്യും. അപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ മനസ്സൊന്ന് തുറക്കുകയാണ്, എൻ്റെ ഒരു ഗോഡ് ഫാദർ ആണെന്ന് പറഞ്ഞാൽ ആര് പെടും? കടകംപള്ളി സുരേന്ദ്രൻ പെടുകയും അദ്ദേഹം ഇനി അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹം പറയണം ഞാൻ മാത്രമല്ല എൻ്റെ മോളിലുണ്ട് ആളുണ്ടെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയും പെടും. ഇതൊരു കണക്ട് ചെയ്ത് പോകുന്നതാണ്. പിന്നെയാണ് ഇതിനകത്ത് ജയറാമിനെ സംബന്ധിച്ചിടത്തോളം ജയറാം ഈ സ്വർണം വാങ്ങിയിട്ടുണ്ടോ, അവരെ വീട്ടിൽ വെച്ച് പൂജിച്ചു, അതിന് പണം കൊടുത്തിട്ടുണ്ടോ? അത് ഇതാണല്ലോ, അഴിമതിയാണല്ലോ. അതിന് പണം, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോയിട്ടില്ല. അങ്ങനെ പോവുള്ളൂ. കാരണം ഈ അന്വേഷണത്തിന് നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഓരോ ആഴ്ച പിടിച്ചാണ് പോണത്. ഒക്ടോബറിൽ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കറക്റ്റ് ഒരാഴ്ച ആരെ പിടിക്കുന്നു, അടുത്ത ആളിനെ പിടിക്കുന്നു. ഇപ്പോൾ ഇത് നോക്കൂ, അടുത്ത ആഴ്ച ആയിരിക്കും തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങും. ആരെ? നമ്മളെ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി പത്മകുമാറിനെ ചോദ്യം ചെയ്ത് രേഖകളിൽ നോക്കുമ്പോഴാണ് കടകംപള്ളിയുടെ ബന്ധമുണ്ടെങ്കിൽ കടകംപള്ളി പിടിക്കും. അത് കഴിഞ്ഞേ ആരെ പിടിക്കുകയുള്ളൂ? ജയറാമിലേക്ക് പോകുള്ളൂ. ഇത് അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഇതിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇപ്പോൾ പോകുന്ന റൂട്ട്, വളരെ സിസ്റ്റമാറ്റിക്കാണ്. പക്ഷേ പ്രശ്നം എന്നെപ്പോലുള്ളവരെ സംശയം, ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയ സ്വർണ്ണം ജയറാമിന്റെ വീട്ടിലെത്തുകയാണല്ലേ? കാണാം. കാരണം വീട്ടിൽ മാത്രമല്ല, ഈ സ്വർണത്തിന്റെ ഒരു പ്രശ്നം എന്താ ശ്രീത്ത് മനസ്സിലാക്കുക, ഇതൊരു ദിവ്യത്വമുള്ള സ്വർണ്ണമാണ്. കട്ടളപ്പടി എന്നൊക്കെ പറയുന്നത് ദിവ്യത്വമുള്ളതാണ്, അല്ല വെറുതെ ഒരു സ്വർണ്ണം അല്ലല്ലോ. ദിവ്യത്വമുള്ള സ്വർണ്ണമാകുമ്പോൾ അതിൻ്റെ പൊടിയെങ്കിലും കിട്ടാൻ ആരാഗ്രഹിക്കും? ഒരു ഭക്തൻ ആഗ്രഹിക്കും. തൻ്റെ പൂജാമുറിയിൽ തൻ്റെ വീട്ടിൽ ഇത് വെച്ചാൽ തൻ്റെ ശരീരത്തിൽ ശബരിമല അയ്യപ്പൻ്റെ കട്ടളപ്പാടിയിലുള്ള ഒരു സ്വർണം മാറ്റി കളയുന്നു, അല്ലെങ്കിൽ മാറ്റുന്നു, പുതിയ സ്വർണം പൂശുന്നു. അപ്പം പൂശുമ്പോൾ വരുന്ന പൊടിയും എല്ലാം കൂടി ഒരു മോതിരമോ വളയോ ഉണ്ട്, അല്ലെങ്കിൽ ഒരു മാലയോ ഉണ്ടാക്കിയിട്ടാൽ എനിക്ക് പുണ്യം കിട്ടും. ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണത്. അപ്പോൾ അതുകൊണ്ട് ജയറാമിനെയും ചോദ്യം ചെയ്യേണ്ടി വരും, ഇയാളുടെ മകനെ ചോദ്യം ചെയ്യേണ്ടി വരും. ആരുടെ? ഈ നമ്മളെ പത്മകുമാറിൻ്റെ കാര്യം. ദണ്ട് പൂശി യോഗദണ്ട് ഇനിയുണ്ട്. ഇനി ഒരു വ്യവസായിക്ക് വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് മൂവാറ്റുപുഴ. വ്യവസായിയുടെ അനിയനാണ് ഇത് കണക്ട് ചെയ്ത്, അനിയൻ മരിച്ചുപോയി. അവിടെ പോകേണ്ടി വരും, അന്വേഷിക്കേണ്ടി വരും. പിന്നെ ബാംഗ്ലൂരിൽ അന്വേഷിക്കേണ്ടി വരും, സ്മാർട്ട് ക്രിയേഷനിൽ അന്വേഷിക്കേണ്ടി വരും. ഹൈദരാബാദിലാണ് ഈ സ്വർണം മൊത്തം ഉരുക്കലും പിടിക്കലും ഒക്കെ നടക്കുന്നത്, ഹൈദരാബാദിലാണ്. അവിടെ അന്വേഷിക്കേണ്ടി വരും. ഇതിങ്ങനെ കണക്ട് ചെയ്ത് പോകുമ്പോൾ SITയിൽ നിൽക്കൂല ഈ സംഭവം. കാരണം 4 സ്റ്റേറ്റ് ഇതിനകത്ത് വന്നിരിക്കണമെന്ന്, കർണാടക, ആന്ധ്ര, തമിഴ്നാട്, കേരളം, 4 സ്റ്റേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ മാത്രം നിൽക്കൂല. പക്ഷേ ഹൈക്കോടതിന് എന്ത് പറയുമെന്ന് അറിയത്തില്ല. വേറെ ഏജൻസി കൊടുക്കുമോ, ഇത് കുറച്ച് കഴിഞ്ഞ CBIക്ക് കൊടുക്കുമോ, ഹൈക്കോടതിക്ക് പറയാമല്ലോ ഇത് ഇവിടെ നിൽക്കുന്നില്ല. അപ്പോൾ ഇതൊരു വല്ലാത്ത രൂപത്തിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് ജയറാം വഴി ഈ പോയ എല്ലാ ആളുകളിലേക്കും ഇത് പോകേണ്ടി വരും. അത് പോകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ SITയുടെ പോക്ക് കാണുമ്പോൾ. പക്ഷേ എൻ്റെ ഭയം പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ അവിടെ നിൽക്കുമ്പം വണ്ടി ഡൈവേർട്ട് ചെയ്യുമോ? അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു എപ്പോഴും ഏത് കാര്യം പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ അവിടെ എത്തുമ്പോൾ വണ്ടി ഡൈവേർട്ട് ചെയ്യും. ഇപ്പോൾ തന്നെ CPMന്റെ ഒരു MLA ആണ് കടകംപള്ളി. അതെ, MLA കഴക്കൂട്ടത്ത്. മാത്രമല്ല MLA ചോദ്യം ചെയ്യണമെങ്കിൽ പിന്നെ സ്പീക്കറുടെ ഒരു അനുവാദം വേണ്ടി വരും. നിയമവശങ്ങൾ ഒരുപാടുണ്ടല്ലോ. പിന്നെ MLA ഈ ഇനി എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഡിസംബർ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഡിസംബർ 14 വരെ ഉണ്ടല്ലോ, അതുവരെ ചിലപ്പോൾ എന്ത് ഉരുട്ടും ഈ കേസ്? ആര് ഉരുട്ടും? SIT. അത് കഴിഞ്ഞേ ആരെ ചോദ്യം ചെയ്യുള്ളൂ? കടകംപള്ളി ചോദ്യം ചെയ്യുന്നെങ്കിൽ എപ്പോഴേ ചോദ്യം ചെയ്യുള്ളൂ. എൻ്റെ ഒരു നിഗമനമാണ്. കാരണം ഇലക്ഷൻ്റെ ഇടയിൽ കൂടെ ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല, കയറി ചോദ്യം ചെയ്യണമെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് അത്രയും വിൽ പവർ വേണം. വെങ്കടേഷിനൊക്കെ ഗവൺമെൻറ് പിണങ്ങും. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ മറ്റേ TP ചന്ദ്രശേഖരൻ വധത്തിൽ ഒരു മലയിൽ പോയി പിടിച്ചല്ലോ, തൂക്കിയപ്പോൾ അതിൽ വില കൊടുക്കേണ്ടി വന്ന ഉദ്യോഗസ്ഥർ ചെറുതല്ല. ഒരുപാട് ഉദ്യോഗസ്ഥർക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു അതിനകത്ത്. ഗവൺമെൻറ്, അത് ഏത് ഗവൺമെൻറ് ആയാലും, ഗവൺമെൻറ്റിനെ പൊളിറ്റിക്കൽ മൈലേജ് കിട്ടുന്ന കാര്യത്തെ ഉപദ്രവിച്ചാൽ അവർ വെറുതെ ഇരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഉദ്യോഗസ്ഥർ, എൻ്റെ വിശ്വാസം ഈ അടുത്ത ആഴ്ച എന്തിലേക്ക് പോകും? ഇയാളുടെ അന്വേഷണമായിട്ടൊക്കെ പോകും, പത്മകുമാറിൻ്റെ. എന്നിട്ട് ഒരു വണ്ടി ഡൈവേർട്ട് ചെയ്യും. ഡൈവേർട്ട് ചെയ്ത് ആരിൽ കൊണ്ടുപോകും? ജയറാം പോലുള്ള ആളുകളിലേക്ക് കൊണ്ടുപോകും. കൊണ്ടുപോയിട്ട് എവിടെ വരും? കടകംപള്ളിയിലേക്ക് വരും. പക്ഷേ അതിനിടയിൽ മീഡിയ വെറുതെ ഇരിക്കില്ല. നമ്മുടെ സാറ്റലൈറ്റ് ചാനലുകളൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഒരു സമ്മർദ്ദവും ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ പാർട്ടി ചോദ്യം ചെയ്യട്ടെ എന്ന് സമ്മതിച്ചാൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അങ്ങനെ ഒരു സമ്മതമൊക്കെ മൗനാനുവാദമൊക്കെ എടുത്തുകൊണ്ട് ചിലപ്പോൾ കടകംപള്ളിയെ ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. ചോദ്യം ചെയ്യാൻ എന്തായാലും സാധ്യതയുണ്ട്, മൊഴിയെടുക്കാൻ എന്തായാലും സാധ്യതയുണ്ട്. പിന്നെ അറസ്റ്റിലേക്ക് പോകുമെന്നുള്ളതെന്ന് നമുക്കിപ്പം പറയാൻ പറ്റത്തില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.